ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി. കഞ്ഞിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ ബൗൾ കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 അല്ലെങ്കിൽ 5 ചുവന്ന മുളക്, പിന്നെ വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളിയാണ്, അതുപോലെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ചെറിയ ഉള്ളിയാണ് വേണ്ടത്. 5 എണ്ണം മതി സാധാരണ ചെറിയ ഉള്ളി. ഇവിടെ എൻ്റെ അടുത്ത് വളരെ ചെറിയതായതുകൊണ്ട് ഞാൻ 8 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില, പിന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൂടി വേണം കോക്കനട്ട് ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചിരകിയ തേങ്ങ മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാൻ ഇവിടെ ചെറുതായതുകൊണ്ടാണ് ഇത്ര എടുത്ത്, 5 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പുളിയാണ്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി, ഒരെണ്ണേ വേണ്ടൂ. നമുക്കിനി നമ്മുടെ മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ മുളക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ സമയം വെക്കരുത്, വേഗം അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി കാണാം. താങ്ക് യു.